എടാ നാണം ഉണ്ടോടാ നിനക്ക്? 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തേ ചന്ദ്രനെ കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന്. ഞാൻ ബാബുവിനെ കോഹ്ലിയുടെ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത ടിവിയുടെ. കൈവാക്കുന്നത് മറലടാ മറലടാ എല്ലാണോ ബ്രോ പറ എടാ വേറെ ആരും വരില്ല വെയിറ്റ് ഞാനും ആദ്യം എല്ലാരും ബാക്കി പോയി ഓളെന്നാ കേട്ടോ മനസ്സിലായി മറപ്പെടാ. സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അയ്യോ ഞങ്ങൾ എന്തുവാന്ന് പോലും അറിഞ്ഞില്ല കേട്ടോ. ഈ എന്തായിരുന്നു സംഭവം എന്ന് പറയാം. ചന്ദ്രൻ നിങ്ങളുടെ ആരെങ്കിലും ഹോസ്റ്റേജിൽ എടുത്തോ? അല്ല ഹോസ്റ്റേജിൽ റോബ് ചെയ്തില്ലേ? റോബ് എന്ന് പറഞ്ഞ വിളിച്ച് അപ്പൊ ഇവന്മാര് വന്ന് ആ വണ്ടിയെ പിറ്റേ നിർത്താൻ നോക്കണേന്റെ ഇടയ്ക്ക് എല്ലാരും ഇറങ്ങി അടിച്ചെന്നൊക്കെ പറഞ്ഞു. രണ്ട് പെണ്ണുങ്ങളും ചന്ദ്രൻ ഉൾപ്പെടെയാണ് വന്നത്. എന്നിട്ടാണ് റോബ് ചെയ്തത്. ചന്ദ്രൻ അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടടാ. അവനെ ഇങ്ങോട്ട് ചന്ദ്രനെ. നീ ഭൂമി അവിടെ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു എന്റെ പിന്നാലെ പോ. രണ്ട് പെണ്ണുങ്ങളും നീയുമായിട്ട് ഇവന്മാരെ റോബ് ചെയ്യാൻ ചെന്നല്ലേ? എന്ത് ചന്ദ്രനൊക്കെ രണ്ട് ആണോ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എടാ സുലൈമാനല്ലടാ റോബ് ചെയ്തേ? നിങ്ങൾ എനിക്കറിയില്ല ആരാന്ന്. ഒരു വണ്ടിയാന്ന് അത്ര ഇത് കേട്ടറിയാ. അല്ല നമ്മള് കോംപ്രമൈസ് ഇവരുടെ മുമ്പിലിട്ട് എന്നെ തല്ലിക്കരുത് ചന്ദ്ര നിന്നെ. എല്ലാടാ നിങ്ങളെയൊക്കെ അതിന്റെ ഇഷ്ടപ്പെട്ടൊരു കുട്ടികളെ ടി വി എന്ന് പറഞ്ഞപ്പോ ഓടി വന്ന ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ടി വി പറഞ്ഞു. ടി വി എന്തിനാ ഇടപെടണമെന്നൊക്കെ ചോദിച്ചോണ്ട് വിളിച്ചു. അപ്പത്തേക്ക് ഞാൻ ഈ വണ്ടി ആയിട്ട് വന്നപ്പോ എന്റെ അടുത്ത് അവരടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പുറത്ത് മാറ്റിയിട്ട് ചോദിച്ചു. ഹോസ്റ്റേജ് എടുത്തപ്പോ ഉണ്ടായ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പോട്ടെ, കുഴപ്പമില്ലാതെ വിട്ടേരെ. പിടിക്കല്ലേ എടാ ചന്ദ്ര, എടാ ചന്ദ്ര, നിന്റെ സാമാനം മുറിഞ്ഞ് 4 പീസായിട്ട് അതിലെ ഏറ്റവും വലിയ കഷ്ണം റോഡിൽ കിടന്ന് പുഴുക്കും. എടാ എന്താടാ എടാ പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യം വീണ്ടും വീണ്ടും വ്യവസ്ഥാക്കല്ലടാ. ബാക്കിയുള്ള ടി വി ഉള്ളമാരെല്ലാം പോയാ ടി വി ഉള്ളമാരെല്ലാം പോയാ വണ്ടി എടുത്തു ഇത് നമ്മുടെ വണ്ടിയല്ലേ ഇത്? അല്ല ഇത് ഞങ്ങള് കൊണ്ടുവന്ന വണ്ടിയല്ലേ ഇത്? ഓ ഗ്യാങ് വണ്ടി പിന്നെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആണല്ലോ. എല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കണേതാ. ചന്ദ്ര ഗ്യാങ് ഹൗസിലോട്ട് വന്നേടാ നീ. അല്ല അങ്ങോട്ട് പോയപ്പോ നീ 2 പെണ്ണുങ്ങളെ തോളത്ത് വെച്ചൊരു വണ്ടി പോയായിരുന്നു. ആ വണ്ടി ഇല്ലേ? നീ വന്നടാ ചന്ദ്ര, നീ വന്നേ. ബോബേ വന്നേ. അണ്ണ ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല. അവൻ പറയുവാണെങ്കിൽ അവന്മാർക്ക് സോറി പറയണേന് കുഴപ്പമില്ല. അപ്പൊ അതിൽ ഒരുത്തം വന്നിട്ട് ഇവന്മാരോടൊക്കെ സോറി പറയേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ നോക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ അണ്ണ. അപ്പൊ പിന്നെ ഞാനും തിരിച്ചു പറഞ്ഞു അതിലിപ്പോ എന്താ പ്രശ്നം എന്താ? അവൻ വന്നിട്ട് പറയാന്ന് ഇവനോടൊക്കെ സോറി പറയണേ ഇവൻ തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാടാ തട്ടിക്കൊണ്ടുപോയി, നിനക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ പ്രശ്നം? അത് കുഴപ്പമില്ല, അത് സോർട്ട് ചെയ്യാം നമുക്ക്. അത് വിട് അണ്ണ. നീ എന്താടാ ബോബോയെ കുറ്റം പറയണ പുണ്ടച്ചി? എടാ നാണം ഉണ്ടോടാ നിനക്ക്? ഒരു ഗ്യാങ്ങിന്റെ കോ ലീഡർ ആയിട്ട് നിന്നിട്ട് വേറൊരു ഗ്യാങ്ങിൽ ഒരുത്തിനെ റോബ് ചെയ്ത് ജീവിക്കേണ്ട ഗതികേട്. അച്ചിപ്പട്ടി
ബ്രോ എന്താ ബ്രോ പറഞ്ഞ് സോൾവ് ചെയ്തല്ലേ വീണ്ടും വന്ന് ഓക്കെ 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 ഇടാ പാവം പിടിച്ചവന്മാരാടാ ഗ്യാങ്. ഇട എല്ലാ ഗ്യാങ്ങിലും കൊണയുള്ളവരുണ്ട്. ഈ ടി വിക്കകത്ത് തന്നെ എല്ലാവന്മാരും നല്ലവന്മാരാണെന്ന് പറയാൻ പറ്റുമോ? ചന്ദ്ര നീ വന്നേ, നീ വന്നേ. ബോബോയണ്ണൻ എന്തൊരു ദേഷ്യ. ഈ ദേഷ്യം കണ്ടിട്ടാണോ മറ്റവള് വീണത്? ഇച്ചിരി പ്രശ്നല്ലേ അണ്ണാ? അണ്ണാ അതിപ്പോ ആരെയാണ് ചന്ദ്രുവിനെ പറഞ്ഞ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുവണ്ണ? ചന്ദ്രുവിന് നീ ആരുടെ അലിൻ ജോസ് പെരേരയാടാ ചന്ദ്രുവിന് കൊടയം പിടിച്ച് കിടക്കാൻ? കൈ വെച്ചോണ്ടല്ലോ അവനൊക്കെ. അലിൻ ജോസ് പെരേരയോട് ഒരുത്തൻ നടപ്പുണ്ട്, ഏതോ മോസ്റ്റ് എന്ന് പറഞ്ഞ ഏതൊരു പയ്യൻ. പൈനാപ്പിൾ ആണ് അവനാടാ നീ മഴയത്ത് മണ്ണിലൊന്ന് കൊഴുത്തെന്ന് പറഞ്ഞിട്ട് മൂർഖ മാമന്റെ വീട്ടിൽ പെണ്ണാലേക്ക് കാര്യം നമ്മളൊരു 20 ലക്ഷം രൂപ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞ അവനെന്നെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അണ്ണൻ പറ. എടാ ഒരു ഗ്യാങ് അല്ലേടാ അവൻ, ഒരു ഗ്യാങ് മെമ്പർ അല്ലേടാ അവൻ. അപ്പൊ നിന്നെ ആരെങ്കിലും പിടിച്ചു പറിക്കാൻ വന്ന നീ ബാക്കപ്പ് വിളിക്കൂലേ? ഓ അതുകൊണ്ടല്ലേ നമ്മൾ അടിച്ചത്. നമ്മളെ ഗ്യാങ് അല്ലേ പ്രശ്നം? നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിട്ട് അവരെ കൊല്ലറ തല്ലണം. ശരിയല്ല. എടാ ചന്ദ്രനെ കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തേ. 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തേ ചന്ദ്രനെ കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന്. നീഗിനെ 15 ദിവസം ഗ്യാങ്ങിന് സസ്പെൻഡ് ചെയ്ത്. നീഗിനെ അന്നാ നിന്നെ 30 ദിവസം ഗ്യാങ്ങിന് സസ്പെൻഡ് ചെയ്തു നിന്നെ നീഗിനെ. ഞാൻ പറഞ്ഞുതരാം കാര്യം പറഞ്ഞുതരാം. നീയൊക്കെ എന്തിനാണ് ഇവിടെ കൊല്ലാൻ വന്നതെന്നറിയോ? വഴിയെ മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്ന സിറ്റുവേഷൻ ഒന്നും എടുക്കാതിരുന്ന AGയെ പോയിട്ട് റോബ് ചെയ്ത് അവന്റെ 25 ലക്ഷം രൂപ വലിച്ചു പറിച്ചെടുത്തതിന് അവൻ ബാക്കപ്പ് വിളിച്ചപ്പോ വന്ന പിള്ളേരെയാണ് തല്ലിയിട്ടത് നീയൊക്കെ. അല്ല ചന്ദ്രു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രു, നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിക്കാണ്ട് നടക്കുമ്പോ കോഹ്ലിയുടെ ചന്ദ്രു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിച്ചാ എങ്ങനെ ശരിയാവാ? വാസുണ്ണ ശരിയാണോ അണ്ണാ? വാസുണ്ണ അണ്ണാ നീ എന്തൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആടാ. നീ ഒരു ലീഡ് ഒരു കോ-ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളല്ലേ നീ? നിന്നെ കണ്ടല്ലേടാ ഇവരെല്ലാം വളരണ്ടേ. അതെ, ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിക്കാന്ന് പറഞ്ഞാൽ ഞാനും പിടിക്കുവേ. നീ ഇപ്പൊ വള്ളി പിടിച്ചില്ലെന്നാണോ ബോബോയ് പറയണേ? ഫ്രണ്ട്ലി ഗ്യാങ് അല്ലേ? ഞാൻ നാളെ VNV ആയിട്ട് വിളിക്കും, വടക്കം വീട്ടിൽ കൊച്ചു കുഞ്ഞ്. ചന്ദ്രനെ ബ്ലെയിം ചെയ്യില്ലെന്ന് പറഞ്ഞു. നീ ആര്? അണ്ണാ ഞാൻ 15 ദിവസത്തേക്ക് കോഴിയുടെ സ്ഥാനത്ത് മാറിക്കോണേ. എനിക്ക് ഞാൻ ഓൾറെഡി സസ്പെൻഡ് ചെയ്തു. നീ മാറി നിൽക്കണ്ട. എടാ ഞാൻ ഒരു അനൗൺസ്മെന്റ് കൂടെ. ഞാൻ ബാബുവിനെ കോ-ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത ടിവിയുടെ. ഇത് നമ്മുടെ ആദപ്പതലത്തിലേക്കുള്ള പോക്കാണ്. അണ്ണ ശരിക്കും പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാണേ ഇത് തിരിച്ചു കയറുമോ കോഹ്ലിയുടെ? തലേനുണ്ടല്ലോ കൂടെ. ചന്ദ്രു എന്തിനാ വിഷമിക്കുന്നു? എന്തിനും ഏതിനും പൈനാപ്പിൾ തലയും കൂടെ ഇല്ലേ? ഞാൻ ഇനായിട്ടുണ്ട് വാർച്ചേറ്റില്. ശരിക്കും പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാണ്. അതെ ശരിക്കും പറഞ്ഞു. ആക്കി ഓൾറെഡി അനൗൺസ് ചെയ്തു. എല്ലാരും കൺഗ്രാറ്റ്സ് പറയണം. കുറെ പേര് ഇറങ്ങി ഒരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. അണ്ണാ വാസോണ്ട് അണ്ണൻ കാണുന്ന നമ്മൾ അതുപോലെ പുറക്കി അടിച്ചു. അയ്യോ
എടാ പാവങ്ങളാടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് സിറ്റിയിൽ വളരെ കുറച്ച് പേരെ ഉള്ളടാ. നമുക്ക് നമ്മുടെ അടുത്തൊന്ന് മര്യാദക്ക് സംസാരിക്കാൻ. അതാ ഞാൻ പറഞ്ഞേ, വളരെ കുറച്ച് പേരെ ഉള്ളു നമ്മുടെ അടുത്ത് സംസാരിക്കണത് പോലും. അടിച്ച ശരിയായില്ലടാ. മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്യാങ്. അതല്ലേ ഞാനും ചൂടായി. അത് കഴിഞ്ഞല്ലേടാ ഞാൻ അറിഞ്ഞ പ്രശ്നം ഇതാന്ന്. ഇങ്ങനെയൊക്കെ വള്ളി പിടിക്കാന്ന് പറഞ്ഞു. അല്ല അപ്പുറത്തെ എല്ലാരും മാറിക്കൊടുത്തേ. ഒരു സെക്കൻഡ് ബോബേ ഒന്ന് മാറിയടാ. അപ്പുറത്തെ വഴിയുണ്ടല്ലോ. എന്തിനു ഞാൻ മാറുന്നേ? ഒരു സെക്കൻഡ് അയ്യോ മറവായി. ഇതുകൊണ്ടാ ഞാൻ ഡിസിഷൻ എടുത്തത്. നമ്മളെ പയ്യനെ കുത്തി കൊന്നാ നോക്കണ്ട. ചന്ദ്രനെ കൊന്ന ചോദിക്കാൻ വെട്ടിക്കൊന്നു. അണ്ണ തമാശ 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 അല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതപ്പതനം ചന്ദ്ര പോയി കഴിഞ്ഞ പിന്നെ ആരുണ്ട് അണ്ണാ? കൈവാക്കുന്നത് മറലടാ എല്ലാണോ? നിന്റെ ഈ എടുത്തിയാട്ടോ, നിന്റെ ഈ ഓവർ ദേഷ്യമാണ് നിന്റെ സ്ഥാനം ഇപ്പൊ പോയത്. അണ്ണ നമ്മളൊന്നും പറഞ്ഞില്ല. സ്ഥാനം ചന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞില്ല അണ്ണ. അത് മനസ്സിലാക്കണം. ഒരു വാക്ക് ചന്ദ്രൻ പറഞ്ഞ നമ്മളെ ബിറ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞ് അപ്പ തന്നെ ഉമ്മാര് വന്ന് അടി തുടങ്ങി. മനസ്സിലായില്ലേ? എടാ പിന്നെ ഒരു ഗ്യാങ്ങിനെ റോബ് ചെയ്ത പിന്നെ അവര് വരൂലേ? നിനക്ക് എന്താ മനസ്സിലാവൂലേ? അണ്ണാ അത് ഞാനാ റോബ് ചെയ്തേ. എന്താ ചന്ദ്ര നിന്നെ കൊല്ല ചെയ്തിട്ടുണ്ടോ? ഞാൻ കൊല്ല ചെയ്തിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും? അണ്ണാ അപ്പൊ അണ്ണ ഇത് തമാശയൊക്കെ വിട്. അല്ലല്ല, ഞാൻ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. ഞാൻ ബാബുവിനെ കോലീഡറാക്കി. കേട്ടോ വിളിച്ചിട്ടുണ്ട്. ഞാൻ കോലീഡറാക്കി. എടാ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ബാക്കിൽ ആ കലറ അതുപോലെ കിടക്കല്ലേ? രണ്ട് സ്ലോട്ട് ബാക്കിയുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. പൈനാപ്പിൾ തലേന്റെ ഇതൊന്നും കണ്ടില്ല. ശരിക്കും പരിചോസാണോ? ശരിക്കും പരിദോഷമാണോ? ഞാൻ പരിദോഷം തന്നെയാ. അല്ല ശരിക്കും പരിചോസാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 10 ദിവസത്തേക്ക് കോളിഡറാണല്ലേ. 10 ദിവസം കഴിഞ്ഞിട്ട് കോലീഡറിലൂടെ നീ കേറണ്ട. ഞാൻ ഇനി പറയുന്ന നീ കോലീഡർ അല്ല. എന്തായാലും നീ മെമ്പർ ആണ്. ഇപ്പൊ മെമ്പർ ചന്ദ്രാണേ. ഹലോ മുതുക്കിലോട്ട് ഇപ്പം വന്ന കോച്ചിനെ കാണാം. കോച്ചും സർലയും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കും. മുതുക്കില് എവിടെ? മുതുക്കിന്റെ ബീച്ചിൽ തന്നെ നമ്മൾ കൊല്ലാൻ വന്നതാണ്. എടാ ബാബു വരുമ്പോഴത്തേനും മാല അതൊക്കെ അറേഞ്ച് ചെയ്യേ പ്ലീസ്. അതൊന്ന് അറേഞ്ച് ചെയ്യപ്പെട്ടാ. ബ്ലാക്ക് മാഫിയിലെ പിള്ളേരെ വിളിച്ചിട്ടേ ഒരു ഇവന്റ് സെറ്റ് ചെയ്യാൻ പറയടാ. അവന്റെ വെൽക്കം ഇടാൻ വേണ്ടിട്ടേ ഒരു സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യും. ചന്ദ്രൻ അത് വരും. പിന്നെ നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിട്ടല്ല ചന്ദ്രൻ നിക്കുള്ളൂ. ചിലപ്പോ ചന്ദ്രൻ പറയണ്ടോ പോലെന്നല്ലോ. ഇല്ലില്ല, അങ്ങനെ തമാശ പറഞ്ഞല്ലേ ചന്ദ്ര? എന്താ ഇത്? എനിക്കറിയാടാ അണ്ണ തങ്ങണ്ണ ഇങ്ങനെ ഇടക്കിടക്ക് ഭയങ്കര ഫണ്ണാണ്. പണ്ണൊന്നും അല്ല, ഇത് സീരിയസ് ആയിട്ട് തന്നെ പറയാം. 15 ദിവസത്തേക്ക് നീ ടിവിയുടെ കോലിയുടെ സ്ഥാനത്ത് ഉണ്ടാവൂല. ചന്ദ്രേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉണ്ടാവും കുറച്ച് ദിവസം സിറ്റിയിൽ അടുപ്പിച്ച്. അണ്ണൻ ഞാൻ 30 ദിവസം ഇറങ്ങുന്നുണ്ടെന്നാ. നീ അതിന് എന്നാണ് ഇവിടെ ഉള്ളത്? നീ 30 ദിവസം ഇറങ്ങുന്നെന്ന് പറഞ്ഞ നീ എന്നാ ഉള്ളത്? നീ ഒന്ന് ചാടി, നീ തെറിച്ചാ പോണേ നീക. ഞാൻ 30 ദിവസം ഇറങ്ങുന്നുണ്ടോ? അണ്ണ വാസോണ നമ്മുടെ ഗ്യാങ് കൊണ്ട് ചെയ്യാന്ന് വെച്ചപ്പോ നിസാനെന്ന് പറഞ്ഞത്. ചന്ദ്ര അവന്മാര് ചെന്നി പോവാളി. അണ്ണാ ഞാൻ സ്ഥലം പോയിട്ട് വേണ. ഞാൻ ഇനിയിപ്പോ കൊല്ലടൊന്നുമില്ല. അപ്പൊ ഒരു ഗ്യാങ് സിറ്റുവേഷൻ അവിടെ നടക്കുക കോച്ചെ. ഗ്യാങ് സിറ്റുവേഷൻ ഇവിടെ പെണ്ണുങ്ങളെ കൂടെ ഇരുന്ന് കരോള്. ക്രിസ്മസ് വാപ്പയാ നിങ്ങള്? ക്രിസ്മസ് വാപ്പയാണോ നിങ്ങള്? ക്രിസ്മസ് വാപ്പ. ഞാൻ വാറും അതൊക്കെ പ്ലാൻ ചെയ്യാനല്ലേ നിങ്ങളെ പിടിച്ചവിടെ നിർത്തിയത്?
ഒരു ഗ്യാങ്ങോട് സിറ്റുവേഷൻ നടക്കുമ്പോ അനക്കം പോലും ഇല്ല. നാളെന്ന് പറയണ സാധനം ഉണ്ടോ? എന്നെ പണ്ട് ഇവിടെ വന്ന് പാട്ട് പാടി തരാൻ ചോദിച്ചു. അല്ല അല്ലെങ്കിൽ അപ്പൊ അവിടെ ചന്ദ്രനും അവിടെ ഗ്യാങ് സിറ്റുവേഷൻ ഒന്നും നിങ്ങൾക്ക് ഒരു ബാധകമുള്ള കാര്യമല്ല. അവിടെതാ ഇരുന്ന് അത് മുടിച്ചിട്ട് ഇവിടെ വന്ന് എന്ത് മുടിഞ്ഞി? ഒന്നും മുടിഞ്ഞില്ല അവിടെ. അവിടെ മുടിഞ്ഞതേ ഇല്ല. അവിടെ നടന്നോണ്ടിരിക്കും ഇപ്പോഴും. മുടിഞ്ഞെന്ന് ഞാൻ മുടിഞ്ഞ് എല്ലാരും എടുത്തെടുത്തെടുത്ത് ചന്ദ്രനെ സസ്പെൻഷൻ പണിയാ. അയ്യോ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ അവിടെ പോയ കാര്യമാണല്ലോ. കള്ളൻ. പുതിയ കോലീഡർ ആരാ? പുതിയ കോലീഡർ ബാബു അറിഞ്ഞല്ലേ ഇതൊക്കെ. അതിപ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുക. നീയൊക്കെ വെളിയിൽ ചെയ്യുന്ന കാര്യം ബോബോയ് അത് ഇവര് അകത്തിയാണ്. നീയൊക്കെ വെളിയിൽ ചെയ്യുന്ന കാര്യം അത് ഇവര് അകത്തിയാണ്. ഇതൊരു തീട്ടോ ബക്കറ്റില്. സർല ഇവിടെ ഒരു നിമിഷം വാ. ഒരു നിമിഷം ഇറങ്ങിടാ. ഒരു നിമിഷം ഇറങ്ങി. വാസു വാസു മട്ടും വരാന്ന് പറഞ്ഞ ആ പെണ്ണ് ഓടി. എടാ ഈ ഇമോട്ട് ഇടല്ലേടാ ഇടയ്ക്കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ ഇമോട്ട് ഇടല്ലേടാ ലക്സേ? ഈ തെറപ്പിക്കുന്ന ഇമോട്ട് ഇടല്ലേ ഇടയ്ക്കൂടെ? എന്താ വാ ഇപ്പൊ വാ വാസു വാ. ശരി ഇപ്പൊ വന്നിട്ട് എടാ ഒരു മിനിറ്റ് വരല്ലേ കോച്ചിനെ സീക്രട്ട് ആയിട്ട് ഒരു കാര്യം പറയാനാ പറ്റി. എനിക്ക് ഒക്കാറ് റെസ്റ്റ് എടുക്ക് ഫസ്റ്റ്. ഒരു വിഷയം നടന്നു വാസു. പറഞ്ഞോ. எனக்கு ഈ സരളാവ 2 നാളാதான் தெரியும். ഓക്കെ ஆனா அவளுக்கு என்ன கல்யாணம் கட்டிக்கணும்ன்றடா ஸ்ட்ரைட்டா வந்துட்டு എന്താന്ന് ചോദിക്ക്. எனக்கு யாரு இருக்கா ഇവിടെ ചോദിക്ക. நான் ഇവിടെ വന്നതേ ഉനക്കാக தான். അയ്യോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേ അത് വിട്ട് തരട്ടെ. വേണോ? 2 പാടിത്തരാ ഒരു വൈബിന്. കരോൾ ഗാനമോ? വേണ്ട. 5 ദിവസം കഴിഞ്ഞിട്ട് ക്രിസ്മസ് വരെ ഇനി 1 മാസം ഉണ്ട്. எனக்காக 2 പാട്ട് വേറെ പാടണം. ശരിക്കും കരോൾ ഗാനം പാടുവായിരുന്നു അവിടെ ഇരുന്ന്. അപ്പൊ ഈ പുള്ളി കേട്ടോണ്ടിരിക്കുന്ന മാസമാണ്, അതുകൊണ്ടാ. ഒരു മിനിറ്റ് ഇതാ ഒരു കാര്യം ഒന്ന് ഡീലാക്കിക്കോട്ടെ. എന്താണ് കോച്ചിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? കൊച്ച് പാവമാന്ന് തോന്നി വാസവണ്ണ, അതുകൊണ്ടാ. ഞാൻ പാവമാണല്ലോ, എന്നെ ഇഷ്ടമല്ലേ? അല്ല വാസവണ്ണ അങ്ങനല്ലേ. വാസവണ്ണൻ നമുക്ക് ദൈവം മാതിരി. ദൈവം എന്താ പാവല്ലേ? ദൈവം പാവ. പക്ഷെ വാസവണ്ണനെ കല്യാണം പണ്ണാൻ പറ്റൂല. പക്ഷെ മാമാവെ കല്യാണം പണ്ണാൻ പറ്റും. അതെന്ത് എന്നെ ആർക്കും ഇവിടെ കെട്ടാ ഞാൻ നിൽക്കുന്നവരാണെന്നാണോ വിചാരം? അല്ലല്ല വാസവണ്ണ വലിയ ആള്. വാസവണ്ണ വലിയ പൊണ്ണുതാൻ വേണം. പക്ഷെ ഞാൻ കുഞ്ഞതാ. അപ്പൊ എനിക്ക് മാമനെ പിടിച്ച് വാസവണ്ണ. ഈ മാമനെയാ ഇവനെല്ലാരും വിചാരിക്കുന്നോണ്ടാണ് പെണ്ണ് കിട്ടാത്ത. അണ്ണൻ ഇച്ചിരി താഴത്തോട്ട് വരണം. നീ എവിടെ തന്നിട്ടാണ് പോയി? അല്ല എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ? വേറൊന്നും കണ്ടിട്ടല്ല വാസവണ്ണ. മനസ്, ആ തലൈ, ആ മുഖം, ആ സംസാരം. മറ്റേ എന്തോ ഇല്ലാത്ത കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. വാസവണ്ണ വെരി ഗുഡ് പേഴ്സൺ. കോച്ചിന് ഇഷ്ടമാണോ? ഇല്ല. ചാപ്റ്റർ ക്ലോസ്. எனக்கு வந்துட்டு இந்த லவ் அட் ஃபர்ஸ்ட் சைட், லவ் அட் லைக் கல்யாணம் அட் ஃபர்ஸ்ட் சைட் அதெல்லாம் முடியாது. ഓ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കോച്ചിനെ വേണം ഞാൻ ഇനി 1 മാസം സർലെ ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് പയ്യെ കെട്ടിയാൽ മതി എന്ന് പറയണോ? കഞ്ഞി വെച്ചവരാ. ഇങ്ങേരുടെ മനസ്സിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. അതാണ് 6 പേരുണ്ട്. കോച്ച് നിങ്ങളോട് ഒരു കാര്യം പറയും. ഈ ആള് മറ്റേ വണ്ടി എടുത്ത് അതിന്റെ ബുദ്ധ ഖലീഫന്റെ മോള് കൊണ്ടാക്കിട്ട് ഇങ്ങ് വരും. അങ്ങനത്തെ ഒരു സൂക്കറുണ്ട് ഇയാൾക്ക്. അതെ അത് കഴിവുള്ള അതിപ്പോ എന്താ കഴിവുള്ളതുകൊണ്ടാണ് ഇപ്പൊ പുള്ളിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞത്. സർല ഞാൻ പറഞ്ഞ കേക്ക്. സർല ഇങ്ങേരെ വേറെ ഒന്നിനും കൊള്ളൂല. 6 പ്ലാൻ ചെയ്യാനും വെടിവെക്കാനും ഇത് മാത്രമേ കൊള്ളുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കി കുട്ടി. എനിക്ക് അത് മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. വാറടിക്കാനാണെങ്കിൽ ഞാൻ വരാം. ഞാൻ ഓൾവേസ് റെഡി. വാറടിക്കാനാണെങ്കിൽ പ്രേമിക്കാനൊന്നും പുള്ളിയെ കൊള്ളൂല. പുള്ളിക്ക്
വാസോണ്ണ പറഞ്ഞോ. പുള്ളിയും കൊണ്ട് ഇത് മാത്രം ഇപ്പൊ അതിനും കൊള്ളൂല്ലോ കുറച്ച് ദിവസമായിട്ട് ആദ്യമേ ചാവും. ചത്തിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ഇതാണ് സത്യം. പക്ഷേ വാസോണ്ണ ഏതൊരു കഴിവില്ലാത്തവന്റെ ഉള്ളിലും ഒരു വലിയൊരു മനസ്സുണ്ട് വാസോണ്ണ. അത് പോയിന്റ്. അതാണ് മനസ്സേതാ ഞാൻ പാത്തേ വാസോണ്ണ. இந்த அயன் பாடிக்குள்ள அந்த மனசேதான் ഞാൻ പാത്തേ. വേറെ இந்த பாடிக்குள்ள எதுவுமே இல்ல വാസോണ്ണ. അയൺ ബോഡിയാണ് അവളെ നോ വേ, നടക്കൂല ഇത് നടക്കൂല. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ല ഇത് നോ, ഇത് നടക്കുന്നില്ല പ്ലീസ്. അത് എന്നെ ഇത് എങ്ങനെ എത്ര എന്നെ നിർബന്ധിച്ചാലും എന്റെ അവസാനത്തെ മറുപടി ഇത് തന്നെയായിരിക്കും. നോ 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 എന്ന് പറഞ്ഞല്ലോ. അല്ല കോച്ച് താല്പര്യമില്ലല്ലോ സർല, പിന്നെ എന്തിനാണ്? അപ്പൊ പോവാൻ പാടില്ല, എന്തിനാണ് ഈ വലിയ കോച്ച്? ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം കൂടെ പറയാം കോച്ച്. പിന്നെ എനിക്ക് കോച്ചിന്റെ അടുത്ത് ഇത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് ശരിയല്ല. കോച്ചിന്റെ തീരുമാനം കോച്ച് തന്നെ തുറന്നു പറഞ്ഞു. ஏற்கனவே പറഞ്ഞിട്ടുണ്ട് எனக்கு இப்போதைக்கு ഇഷ്ടമല്ല அந்த மாதிரி எனக்கு ஆசை வந்துட்டு. നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തേക്ക് ഇഷ്ടമല്ല, അപ്പൊ നാളത്തേക്ക് ഇഷ്ടമാവോ? അത് അറിയില്ല, ആർക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ സർല, തൊട്ട് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കഴിഞ്ഞ അരമണിക്കൂർ നിന്ന് സംഭവിച്ചത് പുള്ളിയെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സംസാരിക്കാൻ പറ്റൂലേ നമ്മളെ? സർല, നമ്മള് ടി വിയിലുള്ള ആക്ച്വലി ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ടി വിക്കകത്ത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങനെ പെണ്ണില്ല, മനസ്സിലായോ? നമ്മളിവിടെ ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ അധികം ആൾക്കാരെ അങ്ങനെ ഈ ഇതിന്റെ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യാറില്ല, മനസ്സിലായോ? അപ്പോ പുള്ളിയെ നമ്മളിപ്പോ ടർഫൊക്കെ പ്ലാൻ ചെയ്യാനും അടിയുണ്ടാക്കാനും വെടിവെക്കാനും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇപ്പൊ അയാളെ ഒരു ഗ്രഹസ്ഥനാക്കി മാറ്റി കഴിഞ്ഞാൽ എവിടാ ഇതാരാ ലോക്ക് ചെയ്തേക്കുന്നേ? നമുക്ക് ചെയ്യാൻ പറ്റും. ആരെ വേറെ സ്പാം ചെയ്യണം? വീണ്ടും പെട്ടെന്ന് അടിക്കാൻ എവിടെ ഇത് എന്താ പ്രശ്നം? ഇങ്ങനെ ഡെയിലി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ 2 ദിവസം എനിക്ക് വേണ്ടത് ഇറക്കായിരുന്നു. ഇതെന്താ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നവർക്ക് മൂന്നാമത്തെ സിറ്റുവേഷൻ ഇപ്പൊ സിറ്റിയുടെ രൂപം മാറുന്നുണ്ടോ? ആർപിക്ക് ആർപി, വെടിക്ക് വെടി, പിന്നെ ആർപി, പിന്നെയും വെടി.